നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിയായ ഡോക്ടർ എം കെ റാമിന്റെ അറസ്റ്റിലെ വീഴ്ചയിൽ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി സുധീർ കല്ലൻ നേരിട്ട് ഹാജരായി വിശദീകരിക്കണമെന്ന് കോടതി. ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യാനുള്ള അപേക്ഷ പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. തലശ്ശേരി SC/ST കോടതിയുടേതാണ് ഈ നിർദ്ദേശം. KV ബൈജു ചേരുന്നു. ബൈജു, വളരെ പ്രധാനപ്പെട്ടതാണ്. പോലീസിന്റെ വീഴ്ച വളരെ ഗുരുതരമാണെന്ന് ഇന്നലെ ഹൈക്കോടതി നിരീക്ഷിച്ചു. അതിന് പിന്നാലെയാണ് പുതിയ നീക്കം കൂടി ഉണ്ടാവുന്നത്. എപ്പോൾ ഡിവൈഎസ്പി ഹാജർ? സൈത്തെ തലശ്ശേരി SC/ST പ്രത്യേക കോടതിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് ഈ കേസ് നേരത്തെ അന്വേഷിച്ച ഡിവൈഎസ്പി സുധീർ കല്ലൻ നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്യാനുള്ള ഹർജി പരിഗണിക്കവെയാണ് ഇത്തരത്തിൽ കോടതി നിർദ്ദേശം. നേരത്തെ നടത്തിയ അറസ്റ്റിൽ സംബന്ധിച്ച വീഴ്ച അത് നേരിട്ട് ഡിവൈഎസ്പി കോടതിയിൽ ബോധ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം മാത്രമേ ഇനി റാമിനെ അറസ്റ്റ് ചെയ്യാനുള്ള മറ്റ് നടപടിക്രമങ്ങളിലേക്ക് അത്തരം ഹർജികൾ പരിഗണിക്കുന്ന കാര്യത്തിലേക്ക് കോടതി കടക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏതായാലും സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെയാണ് ഇതിൽ ഹൈക്കോടതി രൂക്ഷ വിമർശനം അന്വേഷണ സംഘത്തിനെതിരെ നടത്തിയത്. അതായത് പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന തരത്തിൽ അത്രത്തോളം വലിയ രൂക്ഷ വിമർശനം നടത്തി. എന്ത് നടപടി ഈ ഒരു ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിച്ചു? അത് മാത്രമല്ല, ഇങ്ങനെയൊരു ഈ പ്രതിയെ വിട്ടയച്ച സെഷൻസ് കോടതിയുടെ നടപടി അതും പരിശോധിക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയ സാഹചര്യമുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഒന്നും ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ നാളെ ഈ ഒരു ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരാകും. ഇപ്പോൾ പുതിയ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. മലപ്പുറം ക്രൈംബ്രാഞ്ച് IG മോഹനചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ ഉദ്യോഗസ്ഥനെ ഇനി കോടതിയിൽ ഹാജരാകുമ്പോൾ എന്ത് വിശദീകരണം നൽകും? അതായത് കുടകിൽ നിന്നും റാമിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ സുപ്രീം കോടതി മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന് പറഞ്ഞ് ഈ റാമിനെ കോടതി വിട്ടയക്കുന്ന സാഹചര്യമാണ്. അതായത് 101 ദിവസം ഒളിവിൽ കഴിഞ്ഞ ഒരു പ്രതി, ഒരു കേസിലെ ഒന്നാം പ്രതി, അങ്ങനെയുള്ള ഒരു പ്രതിയാണ് ഇത്തരത്തിൽ കൃത്യമായ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ അറസ്റ്റ് ചെയ്തത്. അത് വലിയ പ്രതിഷേധത്തിനിടയാക്കി. ഈ നിതിൻ രാജിന്റെ കുടുംബം വലിയ പ്രതിഷേധം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ല എന്ന തരത്തിലൊക്കെ അവർ ആരോപണം ഉന്നയിച്ചു. അതോടൊപ്പം ആഭ്യന്തര വകുപ്പിനും ഇതിൽ കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. ഏതായാലും നാളെ ഡിവൈഎസ്പി ഹാജരാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കോടതിയിൽ ഈ ഉദ്യോഗസ്ഥൻ എന്ത് വിശദീകരണം നൽകുമെന്നാണ് ഏറ്റവും പ്രധാനം. ഈ റാമിനെ ആദ്യം അറസ്റ്റ് ചെയ്തതിലുള്ള എന്ത് വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് അത് കൃത്യമായി കോടതി വിശദീകരിക്കാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സൈത്തെ, റാമിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ വീഴ്ചകൾ നിരവധിയാണ്. അതിലൊടുവിലാണിപ്പോൾ തലശ്ശേരി SC/ST കോടതിയുടെ ചില ഇടപെടൽ കൂടി ഉണ്ടാവുന്നത്. ഡിവൈഎസ്പി നേരിട്ട് ഹാജരാണ് എന്നതാണ് നിർദ്ദേശം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.